പൃഥ്വിരാജും മുരളി ഗോപിയും ഒപ്പം മോഹൻലാൽ എന്ന സൂപ്പർ താരവും ചേർന്നൊരുക്കിയ ആ അഭ്രമകാവ്യം തിയേറ്ററുകളിൽ തീയായി പടരുമ്പോൾ ചിത്രത്തിനെതിരെ RSSും പടവാളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ചിത്രം ഒരു ഇന്ത്യ വിരുദ്ധ സിനിമയാണെന്നാണ് RSS മുഖവാരിക ഓർഗനൈസർ പറഞ്ഞുവെക്കുന്നത്. നായകൻ മോഹൻലാലിനും സംവിധായകൻ പൃഥ്വിരാജിനും തിരക്കഥാകൃത്ത് മുരളി ഗോപിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഓർഗനൈസർ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഹിന്ദുക്കളെ നരഭോജികളായി ചിത്രീകരിക്കുന്ന ചിത്രമെന്നാണ് ഓർഗനൈസർ എമ്പുരാന് വിശേഷണം നൽകിയത്. ഹിന്ദുക്കളെ അക്രമകാരികളായി ചിത്രീകരിക്കുന്നതും BJP അനുയായികളെ പൈശാചികവൽക്കരിക്കുന്നതും സെൻസിറ്റീവ് ചരിത്ര സംഭവങ്ങളുടെ ചിത്രീകരണത്തിന് ഇന്ത്യൻ സിനിമയിൽ അപകടകരമായ മാതൃകയാണ് സിനിമ സൃഷ്ടിക്കുന്നതെന്നും മാഗസിൻ പറഞ്ഞുവെക്കുന്നുണ്ട്. ഇത് വെറും സാങ്കല്പിക പുനരാഖ്യാനമല്ല. സ്വന്തം രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം വേദി ഉപയോഗിച്ചതിന് സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് സുകുമാരനെ വിമർശിക്കേണ്ടതുണ്ട്. അത്തരം ഉള്ളടക്കത്തെ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടത് നിർണായകമാണ്. കൂടാതെ വർഗീയ സംഘർഷങ്ങളും ഭിന്നതയും വളർത്താനുള്ള അതിന്റെ സാധ്യത അവഗണിക്കാനും പാടില്ല. ഇതിനകം തന്നെ ജനങ്ങൾക്കിടയിൽ ഇത്തരം ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള സിനിമകൾ നിലവിലുള്ള പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ സമൂഹത്തിന്റെ ശിഥിലീകരണത്തിന് കാരണമാവുകയും ചെയ്യുമെന്നുമാണ് ഓർഗനൈസർ പറയുന്നത്. ബാഹുബലിയും KGFും കാന്താരയുമെല്ലാം കേരളത്തിലെ സ്ക്രീനിൽ വന്ന് ആഘോഷമാക്കിയപ്പോൾ കേരളത്തിലെ സിനിമാസ്വാദകരും ഇതുപോലൊരു സിനിമ കൊതിച്ചതാണ്. ആ ആഗ്രഹത്തിന് പ്രതിവിധിയായി പൃഥ്വിരാജും മോഹൻലാലും മുരളി ഗോപിയും ചേർന്ന് എമ്പുരാൻ എന്ന വിരുന്നൊരുക്കിയപ്പോൾ അത് RSSന് മാത്രം അത്ര മധുരമായില്ല. 2002 ഗുജറാത്ത് കലാപത്തിനിടെ ഒരു മുസ്ലിം ഗ്രാമം കത്തുന്നതായി ചിത്രീകരിക്കുന്ന ശക്തവും അസ്വസ്ഥതയുളവാക്കുന്നതുമായ ഒരു രംഗത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. തുടർന്ന് ഓരോ മനുഷ്യ മനസ്സിനെയും അസ്വസ്ഥമാക്കുന്ന ഗ്രാഫിക്, തീവ്രമായ രംഗങ്ങളുടെ ഒരു പരമ്പരയാണ് വരുന്നത്. ഇത്തരത്തിൽ ചിത്രത്തിലെ ഓരോ രംഗവും RSSന് എതിരാണെന്നാണ് ഓർഗനൈസർ പറയുന്നത്. ഹിന്ദു പുരുഷന്മാർ ഒരു മുസ്ലിം കുട്ടിയെ നിഷ്കരുണം മർദ്ദിക്കുന്നതും ഗർഭിണിയായ ഒരു മുസ്ലിം സ്ത്രീക്കെതിരെ ഭയാനകമായ അക്രമം നടത്തുന്നതും ചിത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 2002 കലാപത്തിലെ പ്രധാന ആക്രമണകാരികൾ ഹിന്ദുക്കളാണെന്ന പ്രതിച്ഛായ ശക്തിപ്പെടുത്താനും രണ്ട് സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താനും ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കാനും ഉദ്ദേശിച്ചാണ് ഇവയൊക്കെയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് മുഖവാരികയിലൂടെ RSS പറയുന്നത്. നരേന്ദ്രമോദിയും BJPയും കർസേവകരും ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയ ഒരു കലാപത്തിനു വേണ്ടി നടത്തിയ ആസൂത്രിത ശ്രമമായിരുന്നു ഗോദ്ര സംഭവം എന്ന നിഗമനത്തിലേക്ക് തന്നെയായിരുന്നു ഗുജറാത്തിന് പുറത്തുള്ള അന്വേഷണങ്ങളെല്ലാം എത്തിച്ചേർന്നത്. റിയോട്ട് എഞ്ചിനീയേഴ്സ് എന്ന വിളിപ്പേരുള്ള മോദിയുടെയും അമിത്ഷായുടെയും ബുദ്ധിയായിരുന്നു ഇതിന്റെ പിറകിലെന്നത് പകൽ പോലെ വ്യക്തമാണ്. പിന്നീടുണ്ടായ ഗുജറാത്ത് വംശഹത്യ ചരിത്രമാണ്. ആ വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്തവരെല്ലാം മോദിയുടെ വിശ്വസ്തരായിരുന്നു. 95 പേരെ കൊലപ്പെടുത്തിയ നരോദ പാട്യ കേസിലെ പ്രതി മായ കൊട്നാനി മോദി മന്ത്രിസഭയിൽ പിന്നെ മന്ത്രിയായിരുന്നു. ബാബു ബജ്രംഗി മുതൽ എത്രയോ പേരുടെ വെളിപ്പെടുത്തലുകൾ എല്ലാം മോദിയിലേക്കാണ് എത്തിയത്. വസ്തുതകളെ തമസ്കരിച്ചും വക്രീകരിച്ചും ഇസ്ലാമോഫോബിയ അതിന്റെ പരകൊടിയിലെത്തിച്ചും അധികാരം പിടിച്ചെടുക്കുക എന്നതായിരുന്നു മോദി തന്ത്രമെന്നതും വ്യക്തമാണ്. എന്നിട്ടും ഇവയിലൊന്നും അവർക്ക് പങ്കില്ല എന്ന് സിനിമയിലൂടെ മാറ്റി പറയണം. സംഘപരിവാർ വാളും തൃശൂലവുമായി അഴിഞ്ഞാട്ടം നടത്തിയ വംശഹത്യയെ ഒരു കലാസൃഷ്ടിയിലൂടെ സ്പർശിച്ചെന്ന് അവർക്ക് തന്നെ തോന്നിയപ്പോൾ പോലും അവർ എത്ര അസ്വസ്ഥമാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാലോ കേരളത്തെ അപമാനിക്കാൻ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സൃഷ്ടി വന്നപ്പോൾ 100% ഫാക്ട് എന്ന സർട്ടിഫിക്കറ്റ് അടിച്ചുകൊടുത്തവരാണ് ഇന്നിപ്പോൾ അവർക്കെതിരെ പറഞ്ഞുവെന്നത് വ്യക്തത പോലും എത്തുന്നതിനു മുമ്പേ തിളച്ചു ചാടുന്നത്. എമ്പുരാൻ സംഘികൾക്ക് അത്രയേറെ അസ്വസ്ഥത സൃഷ്ടിക്കുമ്പോൾ അവർ ആ അസ്വസ്ഥത ഇപ്പോൾ തീർക്കാൻ ശ്രമിക്കുന്നത് പൃഥ്വിരാജിലും മോഹൻലാലിലും മുരളി ഗോപിയിലുമാണ്. ഹിന്ദുത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്തും ചെയ്തു കൂട്ടുന്ന മോദിജിക്കും മണികൾക്കും ഇതെങ്ങനെ സഹിക്കാനാകും? ഇല്ല എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ് RSS മുഖവാരികയും.